ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ലെയറുകളുള്ള നല്ല ഗോതമ്പ് പൊറോട്ടയാണ്. മൈദ കൊണ്ടുണ്ടാക്കുന്ന പൊറോട്ടയെക്കാളും വളരെ എളുപ്പത്തിൽ വീശിയടിക്കാതെ റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് ഗോതമ്പ് പൊറോട്ട. ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്, ഗോതമ്പ് പൊടി. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പൊടിക്കനുസരിച്ച് മുട്ടയുടെ അളവും കൂട്ടേണ്ടതാണ്. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ട ചേർക്കുന്നത്. ആവശ്യത്തിന് ഇനി ഉപ്പ് ചേർക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. പഞ്ചസാര ചേർക്കുന്നത് നല്ല ബ്രൗൺ നിറത്തിൽ വരാനും നല്ല മൊരിഞ്ഞ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുട്ടയൊക്കെ എല്ലാ ഭാഗത്തേക്കും, പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഇനി ഒരു 1/2 കപ്പ് തൈര് കൂടി ചേർക്കുന്നുണ്ട്. പുളിക്കനുസരിച്ച് വേണം തൈര് ചേർക്കാൻ. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/4 കപ്പ് ചേർത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മുട്ടയും തൈരും ഒക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റ് ആവുന്നത്. അതുകൊണ്ട് ഇത് ഒഴിവാക്കരുത്. ഇനി അല്പാൽപ്പം വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടി അധികം നമ്മൾ കുഴച്ചെടുക്കേണ്ടതാണ്. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടോ? നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. തൊടുമ്പോഴേ താന്നു പോകുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഓരോ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഇവിടെ ഉരുട്ടിയെടുത്തേക്കുന്നത്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. അതിനുവേണ്ടി ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഗോതമ്പ് പൊടിയിൽ ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. തീരെ കട്ടി കുറച്ച് പരത്തരുത്. അത്യാവശ്യം ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടി. ഒരുപാട് ലെയറുകൾ കിട്ടുന്നതിന് വേണ്ടി നീളത്തിൽ പരത്തിയെടുക്കുന്നത് വളരെ നല്ലതാണ്. അതിനുവേണ്ടി നമുക്ക് നീളത്തിൽ പരത്തിയെടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ നമുക്ക് തടവി കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്കിതെല്ലായിടത്തും തടവി കൊടുക്കാം. ഇനി അതിന് മുകളിൽ ഗോതമ്പ് പൊടി അല്പാൽപ്പായിട്ട് വിതറി കൊടുക്കാം. ലെയറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് തിരിച്ചിടാം. അതിനുശേഷം വീണ്ടും നമുക്ക് എണ്ണ തടവി കൊടുക്കാം. ഇനി പൊടിയും ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന പോലെ വേണം പൊടി ഇടാൻ വേണ്ടി. എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ട് പൊടി തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഞൊറിഞ്ഞെടുക്കാം. സാരിയുടെ ഫ്ലീറ്റ് ഇടുന്ന പോലെ ഇങ്ങനെ ഞൊറിഞ്ഞ് എടുക്കാം. ലെയറുകളെല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഒന്നും വിട്ടു പോകരുത്. മാവ് പരത്തുമ്പോൾ കട്ടി കുറഞ്ഞു പോയാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഞൊറിയെടുക്കാൻ. അതുകൊണ്ട്
കുറച്ച് കട്ടിയോട് കൂടി തന്നെ വേണം പരത്തിയെടുക്കാൻ വേണ്ടി. ഇനി ഇതൊന്ന് നമുക്ക് വലിച്ച് നീട്ടിയെടുക്കണം. രണ്ട് സൈഡും ഇതുപോലെ പിടിച്ചിട്ട് വേണം വലിക്കാൻ. നടുവിലും ഇതേപോലെ ഒന്ന് പിടിച്ച് തട്ടി തട്ടി വേണം വലിച്ചെടുക്കാൻ. ഇനി അല്പം എണ്ണ ഒന്ന് തടവിയിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമുക്ക് ചുറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കാം. ഇനി ഈ തുമ്പെല്ലാം കൂടി ചേർത്ത് പിടിച്ച് അടിഭാഗത്തേക്കൊന്ന് ചേർത്ത് പ്രസ് ചെയ്യാം. അതിന് മുകളിൽ വീണ്ടും കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ലെയേഴ്സ് തിരിഞ്ഞു വരാനാണ് നമ്മൾ ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ആദ്യം ചുറ്റി വെച്ചത് ആദ്യം പരത്തിയെടുക്കാം. ചപ്പാത്തിക്കോല് ഉപയോഗിച്ച് തന്നെയാണ് ഞാനിവിടെ പരത്തുന്നത്. ഒരുപാട് കട്ടി കുറയ്ക്കാതെ വേണം പരത്തിയെടുക്കാൻ വേണ്ടി. ഇനി ഒരു പാൻ വെച്ച് അല്പം എണ്ണ ഒന്ന് തൂവിയിട്ട് അതിന് മുകളിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടി. കുറഞ്ഞ തീയിൽ വേണം ഇത് ചുട്ടെടുക്കാൻ. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, വെന്ത് കിട്ടില്ല. അതുകൊണ്ട് തീ കുറച്ച് തന്നെ വെച്ച് വേവിച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും അല്പം എണ്ണ ഒന്ന് തൂവി കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തിരിച്ച് തിരിച്ച് പ്രസ് ചെയ്യണം. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അവിടവും ഇതുപോലെ തന്നെ തിരിച്ച് തിരിച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡും ഒരേപോലെ വെന്ത് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ട, നമ്മുടെ ലെയറുകളൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം കൂടി എണ്ണ തടവി കൊടുക്കാം. പൊറോട്ട നല്ല ബ്രൗൺ നിറം ആവുകയും ചെയ്തിട്ടുണ്ട്, നല്ലപോലെ കുക്കാവുകയും ചെയ്തു. ഇനി ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി എല്ലാ പൊറോട്ടയും കൂടി ചേർത്ത് വെച്ചൊന്ന് തട്ടിക്കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് തട്ടി കൊടുക്കേണ്ടതാണ്. ലെയറുകളൊക്കെ വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ ലെയറുകളും ഇതുപോലെ വിട്ട് വരും. ഇങ്ങനെ തട്ടിക്കൊടുത്താൽ ചൂടോടുകൂടി കറിയൊന്നുമില്ലാതെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഓടിപ്പോട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ.